പറഞ്ഞുതരാം. മോർണിംഗ് ഞാന് ഇല്ല, കുറച്ച് ചുറ്റുപാടിലൊക്കെ ആയിരുന്നു. ഇലക്ഷനൊക്കെ ഉണ്ട് നമ്മളെ. അത് ഞങ്ങള് നേടി തന്നതാ. അന്നൊന്നും ഇവിടെ ആരും ഇല്ലായിരുന്നു. അവിടെ ചോപ്പന്മാരെ 24 സമരമായിരിക്കും ഇപ്പോഴും. ഞങ്ങള് റെയിൽവേയിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു 74. അതിന്റെ ശേഷമാണ് ഇവിടെ ബോണസ്. എന്ത് വർത്താനാണ് സുഹൃത്തെ? ഈ തൊഴിലാളിക്ക് വേണ്ടി ഇത്ര കാലം പ്രവർത്തിച്ച ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് SRS എന്നൊരു സംഘടനയാണ്. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിലൊരു എന്തെങ്കിലും ആധികാരികരുണ്ടോ കയ്യിൽ? അല്ല, എങ്ങനെ 74 സമരം റെഡിയാ, പക്ഷെ ബോണസ് വന്നപ്പോഴാ 79 മൊറാർജി സർക്കാർ അതിനെ എതിർത്തു, ബോണസ് തള്ളി. പക്ഷെ അതിനുശേഷം വന്ന ചരൺ സിംഗ് ഗവൺമെന്റ് ആണ് ബോണസിന് അംഗീകാരം നൽകിയത്. നോക്കിതാ, കണ്ടോ ഓർഡർ. പുള്ളിക്ക് കണ്ടാ മനസ്സിലാവൂല, പുള്ളി കാണൂല. അത് ഇത് കണ്ട, കണ്ടില്ലേ? ഇതാണ് സംഭവം. ഞങ്ങള് സേലത്തുനിന്ന് വന്നതാ. എഞ്ചിനീയർക്കാര് 70 ആൾക്കാര്. ഞങ്ങൾ അവിടെ പാർട്ടി പരിപാടിക്ക് എല്ലാം പോവാറുണ്ട്. പക്ഷെ ട്രാൻസ്ഫറിന്റെ വിഷയം വന്നപ്പോ അവിടെ യൂണിയൻ പൈസ ചോദിച്ചു. പൈസ ചോദിച്ച് കൊടുത്തിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ട്രാൻസ്ഫർ ശരിയായിട്ടില്ല. മണി യൂണിയൻ അല്ലേ? ഞാനും അതേമാതിരി ട്രിച്ചിലുണ്ടായിരുന്നാണ്. ഒരു 73 ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കാര്യമില്ല, ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ലാസ്റ്റ് അവസാനം പിന്നെ അവിടെ ഒരു നല്ല യൂത്തിന്റെ 1-2 ചെക്കന്മാരവിടെ ഉണ്ട്. അപ്പൊ അവരായിട്ട് SRESന്റെ നല്ല സജീവ പ്രവർത്തകർ. അവരൊന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് റെഡി ആയി തന്നെ. അതെയല്ലേ ഞങ്ങളെ ഇവിടെ എത്തിച്ച SRES തന്നെയാണ്. ഞങ്ങൾ അവിടെ 10-70 പേരുണ്ടായിരുന്നു. പണം കൊടുത്തിട്ട് പോലും നടക്കാത്ത കാര്യം അവർ സംസാരിച്ച് ക്ലിയർ ആക്കിയതാണ്. അതെ, ഞങ്ങൾ അംഗീകാരത്തിൽ വന്നാല് OPS എന്തായാലും കൊണ്ടുവരും. എന്തായാലും ഞങ്ങൾ നല്ല പോരാട്ടം നടത്തും. പോരാട്ടം എത്ര കാലമായി ഈ പോരാട്ടം മാത്രമേ നടക്കുള്ളൂ. ഈ റഫറണ്ടത്തില് നിങ്ങൾ എത്ര സോൺ മത്സരിക്കുന്നുണ്ട്? ഈ എന്താ പറയാ ഫെഡറേഷൻ ഏത് ഫെഡറേഷനിലാണ് നിങ്ങളുള്ളത്? നിങ്ങൾ മത്സരിക്കുന്ന ഫെഡറേഷൻ ഏതാ? അതൊന്ന് പറയും. നിങ്ങൾ ഈ കാലാകാലവും, പണ്ടത്തെ കാലല്ല ഇത്, അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിലാളികളുടെ കാലഘട്ടമാണിത്. പണ്ടത്തെ പോലെ ഇപ്പോഴും പോരാട്ടം പറഞ്ഞാലൊന്ന് ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂല സഖാവേ. എന്താണ് ചർച്ച? ഒന്നുമില്ല, ഇലക്ഷനാണ് ചർച്ച. എന്റെ വോട്ട് SRESന്. എന്റേത് മാത്രല്ല, എന്റെ കൂട്ടുകാരികളുടെയും വോട്ട് SRES. ഞങ്ങൾക്ക് റിസ്ക് അലവൻസ് നേടിത്തന്നത് SRES NFIR ആണ്. അതുകൊണ്ട് എന്റെ വോട്ട് SRES. OPS കൊണ്ടുവരാൻ NFIRനെ കഴിയും. എന്റെ വോട്ട് SRES. അപ്പൊ നിങ്ങളെല്ലാവരും SRSന്റെ ഒപ്പമായതുകൊണ്ട് ഞാൻ ഇത്തവണ നിങ്ങൾക്കൊപ്പം. അംഗീകാരം അലങ്കാരവുമല്ല, അഹങ്കാരവുമല്ല, ഉത്തരവാദിത്തമാണ്. ഒപ്പമുണ്ടാവും, ഒപ്പത്തിനൊപ്പം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ റെയിൽ എഞ്ചിൻ അടയാളത്തിൽ രേഖപ്പെടുത്തി SRES NFIRനെ വിജയിപ്പിക്കും. ഒപ്പമുണ്ടാവും, ഒപ്പത്തിനൊപ്പം.